രാജ്യത്തെ വൈറ്റ് കോളർ ഭീകരവാദത്തിന്റെ കേന്ദ്രമായ അൽഫലാഹ് യൂണിവേഴ്സിറ്റിയുടെ 139 കോടിയുടെ സ്വത്തുക്കൾ ഇഡി കണ്ടുകെട്ടി. അൽഫലാഹ് യൂണിവേഴ്സിറ്റി ചെയർമാൻ ജവാദ് അഹമ്മദ് സിദ്ദിഖിനെതിരായി കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് സർവകലാശാല ഭൂമി ഉൾപ്പെടെ ഇഡി കണ്ടുകെട്ടിയിരിക്കുന്നത്. 139 കോടി രൂപയുടെ സ്വത്തുക്കളിൽ ദില്ലി ക്യാമ്പസിലെ 54 ഏക്കർ ഭൂമിയും ഉൾപ്പെടും. സിദ്ദിഖിയും കുടുംബാംഗങ്ങളും ചേർന്ന് സർവകലാശാലയിലും അൽഫലാഹ് ചാരിറ്റബിൾ ട്രസ്റ്റിലും നടത്തിയ വൻ സാമ്പത്തിക ക്രമക്കേടുകളിൽ ഇഡി കുറ്റപത്രവും സമർപ്പിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന അൽഫലാഹ് ചാരിറ്റബിൾ ട്രസ്റ്റുമായി ബന്ധമുള്ള 9 സ്ഥാപനങ്ങളുമായി സിദ്ദിഖി ബന്ധമുണ്ടെന്നും യൂണിവേഴ്സിറ്റി ഹോസ്റ്റലുകളിലെ കാറ്ററിംഗ്, ക്യാമ്പസിലെ കെട്ടിട നിർമ്മാണം എന്നിവയ്ക്കുള്ള കരാറുകൾ സിദ്ദിഖിയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ വഴിവിട്ട് നേടിയെടുത്തതായും ആരോപണം ഉയർന്നിരുന്നു. ഭൂമി വാങ്ങിക്കൂട്ടുന്നതിനായി ചാരിറ്റബിൾ ട്രസ്റ്റ് സർവകലാശാല ഫണ്ടുകൾ വകമാറ്റിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ഫരീദാബാദ് വൈറ്റ് കോളർ ഭീകര മൊഡ്യൂളിനെ കുറിച്ചുള്ള അന്വേഷണമാണ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലേക്ക് അന്വേഷണ സംഘത്തെ എത്തിച്ചത്. അൽഫലാഹ് സർവകലാശാലയിൽ ജോലി ചെയ്തിരുന്നതോ പഠിക്കുന്നതോ ആയ ഡോക്ടർമാരാണ് സ്ഫോടനമടക്കം ഭീകരവാദ കേസിൽ ഉൾപ്പെട്ടത്. സർവകലാശാലയിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടർ മുസമ്മിൽ ഷക്കീലും ഡോക്ടർ ഷഹീൻ ഷഹീദും ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് അറസ്റ്റിലായിരുന്നു. ചെങ്കോട്ട സ്ഫോടനം നടത്തിയ ഡോക്ടർ ഉമർ ഉൻ നബിയും ഇവിടെയാണ് പഠിച്ചത്. ഫരീദാബാദിലെ സർവകലാശാലയിലും ദില്ലിയിലെ അൽഫലാഹ് ഗ്രൂപ്പുമായി ബന്ധമുള്ളവരുടെ വസതികളും ഉൾപ്പെടെ 18 സ്ഥലങ്ങളിൽ ഇഡി റെയ്ഡ് നടത്തിയതിനെ തുടർന്നാണ് സിദ്ദിഖി കസ്റ്റഡിയിലായത്. വ്യാജ UGC അംഗീകാരത്തിന്റെയും നാക് അക്രഡിറ്റേഷന്റെയും പേരിൽ വിദ്യാർത്ഥികളെയും പൊതുജനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സർവകലാശാല 415 കോടി രൂപ കബളിപ്പിച്ചതായി ഇഡി കണ്ടെത്തിയതിനെ തുടർന്നാണ് അഴിമതിയും ഭീകരവാദവും അന്വേഷണ വിധേയമായത്. വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ഫണ്ട് എത്തിയിരിക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട്. വ്യാജ നിക്ഷേപ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് ആളുകളെ പണം നിക്ഷേപിക്കാൻ പ്രേരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പ്രതിയായ സിദ്ദിഖി 2001 അറസ്റ്റിലായിരുന്നു. ഏകദേശം 7.5 കോടി രൂപ പ്രതികളുടെ സ്വകാര്യ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയിരുന്നു. 2004 ഇരകൾക്ക് പണം തിരികെ നൽകാമെന്ന് സമ്മതിച്ചതിനെ തുടർന്ന് പ്രതിക്ക് ജാമ്യം ലഭിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. സ്വർണം വാങ്ങി, പക്ഷെ ബില്ല് വാങ്ങിയില്ല. അയ്യോ, കടക്കാരൻ പറഞ്ഞിട്ടുണ്ടാവും ബില്ല് വേണ്ട, GST ലാഭിക്കാന്നൊക്കെ. ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി എത്ര വലിയ റിസ്ക് എടുക്കുന്നത്. നാളെ ഒരു നിയമം വരും. ഒറ്റ രാത്രി കൊണ്ട് 1000-ന്റെ നോട്ടൊക്കെ നിരോധിച്ചല്ലേ, അതുപോലെ നാളെ സ്വർണം പണയം വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണമെങ്കിൽ ഒറിജിനൽ ബില്ല് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ സ്വർണം അണിയാൻ വേണ്ടി മാത്രമുള്ളല്ലോ, അതൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടല്ലേ. അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ GST നൽകിയെന്ന് ഉറപ്പുവരുത്തുക. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണം വിൽക്കുന്നു. Safa Gold and Diamonds, different by design.